നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതൊരു സ്പെഷ്യൽ പ്രോഗ്രാമാണ്. ഇതിനകത്ത് എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ സ്പെഷ്യൽ പ്രോഗ്രാമിൽ അവതരിപ്പിക്കാത്ത കുറേ ആൾക്കാർ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പം അവരെയൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അതിനായിട്ട് ആദ്യമായിട്ട് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നവർക്ക് ഒരു ചോക്ലേറ്റ് തരുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഈ ബലൂണിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ കുറിപ്പായിട്ട് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു കൈയിൽ നിന്ന് ഒരു കൈയിലോട്ട് ഈ ബലൂൺ മാറും. അപ്പോൾ ഞാനൊരു മ്യൂസിക് പ്ലേ ചെയ്യും. ആ മ്യൂസിക് നിർത്തുമ്പോൾ ആരുടെ കയ്യിലാണോ ഈ ബലൂൺ ഇരിക്കുന്നത് ആ ബലൂൺ പൊട്ടിക്കും. പൊട്ടിച്ചിട്ട് അത് വായിക്കും, മൈക്കിൽ കൂടെ അത് വായിക്കും. അവര് ആ കാര്യം, അത് ആർക്കാണോ ആ ഒരു പ്രവൃത്തി ചെയ്യേണ്ടത് അവരെഴുന്നേറ്റ് ആ പ്രവൃത്തി ചെയ്യുന്നതായിരിക്കും. മറ്റേ ഫോണിൽ ആദ്യത്തെ ചോദ്യം, യേശു തൻ്റെ പിതൃനഗരത്തിൽ ചെയ്തത് എന്ത്? വേണം, കേബിൾ വേണം. യേശു തൻ്റെ പിതൃനഗരത്തിൽ ചെയ്തതെന്ത്? 3 ഓപ്ഷൻ ഉണ്ട്. ആ 3 ഓപ്ഷനകത്ത് നിങ്ങൾ പറഞ്ഞാൽ മതി. അതിനകത്ത് 1 വീര്യപ്രവർത്തികൾ, 2 ഏതാനും രോഗികളുടെ മേൽ കൈവച്ചു അവരെ സൗഖ്യമാക്കി, 3 ഒന്നും ചെയ്തില്ല. ഒന്നുകൂടെ പറയാം. യേശു തൻ്റെ പിതൃനഗരത്തിൽ ചെയ്തതെന്ത്? 1 എൻ്റെ ഓപ്ഷൻ വീര്യപ്രവർത്തികൾ, ഏതാനും രോഗികളുടെ മേൽ കൈവച്ചവരെ സൗഖ്യമാക്കി, 3ാമത്തെ ഓപ്ഷൻ ഒന്നും ചെയ്തില്ല. ഇതാണ് കറക്റ്റ് ഉത്തരം. ഏതാനും രോഗികളുടെ മേൽ കൈവച്ചു അവരെ സൗഖ്യമാക്കി. അതെ. ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം? ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം? ഈ ഉദ്ധരണിയുമായി ബന്ധപ്പെട്ട് പറയുന്ന ആദ്യത്തെ 4 കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ആഴ്ചക്കാലം കർത്താവിൻ്റെ ദാസൻ ഇതിവിടെ ശുശ്രൂഷിച്ചതാണ്. എത്ര പേരിത് ശ്രദ്ധിച്ചു എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാനിത് ചോദ്യമായിട്ട് ചോദിച്ചത്. ഒന്നുകൂടെ പറയുകയാണ്, ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം. അതിൻ്റെ വാക്യത്തിന് താഴോട്ട് കൊടുത്തിട്ടുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന്. ആ 4 കാര്യങ്ങൾ പറയുക. 4 പേർ പറഞ്ഞെങ്കിൽ 4 പറഞ്ഞെങ്കിലേ പ്രൈസ് ലഭിക്കത്തുള്ളൂ. 2 മൂന്നാമത് ആർക്കെങ്കിലും അറിയാമോ? 4 കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. 2 ഇവിടെ പറഞ്ഞു. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിന്റെ അമിക്കേറുകളെ അഴിക്കുക. 3ാമത്തെ ഒരെണ്ണോടുണ്ട്. അല്ല, എല്ലാ നുകത്തെയും തകർക്കുക. 3 പറഞ്ഞതുകൊണ്ട് നമുക്ക് പ്രൈസ് ഷിജുവിന് കൊടുക്കാം. നല്ലൊരു കൈകൊടി കൊടുക്കാം. അതിന്റെ ഉത്തരം അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിന്റെ അമിക്കേറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇന്നലെ കർത്താവിന്റെ ദാസൻ വായിച്ച ആദ്യത്തെ വാക്യം ഏതാണ്? അതെടുത്ത് വായിര്. കറക്റ്റ് ആണെങ്കിൽ വായിക്കാം. എവിടെ പറഞ്ഞു? 22:14 ജൂഡ്. അത് എഴുതി വെച്ചത് കൊണ്ടാണ് കേട്ടോ, സ്ക്രീന് നോക്കിയിട്ട് എഴുതി വെച്ചത് കൊണ്ടാണ് ജൂഡിന്.
അടുത്ത ഒരു കുസൃതി ചോദ്യമാണ്. ആ കുസൃതി ചോദ്യം ഇതാണ്: പഴയ നിയമത്തിൽ 40 തവണ ഈ ഒരു സാധനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 40 തവണ. ഇതൊരു മലയാളത്തിൽ ഒരു സ്ത്രീയുടെ പേരാണ്, മായ. കറക്റ്റ് ആണ് അച്ചായന്. പഴയ നിയമത്തിൽ 40 തവണ മായ മായ എന്ന് പറഞ്ഞിട്ടുണ്ട് സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ. നമ്മുടെ വേദപുസ്തകത്തിൽ അടുത്ത ചോദ്യം, വേദപുസ്തകത്തിൽ 61 തവണ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് ഒരു മെഡിസിനാണ്. ഇതൊരു മെഡിസിനാണ്. 61 തവണ നമ്മുടെ ബൈബിളിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്ലൂ ശിംശോനുമായി ബന്ധപ്പെട്ടതാണ്. അല്ല. അടുത്ത ക്ലൂ പരസ്ത്രീയുടെ അധരങ്ങളിൽ ഇതുണ്ട്. പരസ്ത്രീയുടെ അധരങ്ങളിൽ, നാവിൽ ഇതുണ്ട്. തേൻ. ആരാ പറഞ്ഞ തേന്? ആരാ? ആര് പറഞ്ഞു? എല്ലാവർക്കും മുട്ടായി തരത്തില്ല. നിങ്ങളൊരു തീരുമാനം എടുക്കണം, എന്നാലേ ഫസ്റ്റ് പ്രൈസ് കിട്ടത്തുള്ളൂ. ഇത് ഉറക്കെ പറയാത്തത് കൊണ്ട് ഇത് ഹെപ്സിയുടെ ആണ് ആദ്യം കേട്ടത്, അതുകൊണ്ട് ഹെപ്സിക്ക് കൊടുക്കാം. അച്ഛന് വേറെ മുട്ടായി ഞാൻ തരാം കേട്ടോ. ഭർത്താവ് വലുതായപ്പോൾ ചെറുതായ ഭാര്യ ആരാണ്? ഭർത്താവ് വലുതായപ്പോൾ ചെറുതായ ഭാര്യ ആരാണ്? ഭർത്താവ് ആരാ? അബ്രഹാമും സാറ. അതിന്റെ ഉത്തരം അബ്ര എന്നുള്ളത് അബ്രഹാമായി. ഉൽപ്പത്തി 17 5 മുതൽ 15 വരെയുള്ള വാക്യമാണ്. ഭാര്യ സാറായി എന്നുള്ളത് സാറയായി. ഇനി കുഞ്ഞുങ്ങൾക്കുള്ള ചോദ്യമാണ്, സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്കുള്ള ചോദ്യമാണ്. അവർക്കുള്ള മുട്ടായി ഇപ്പൊ തരുന്നതായിരിക്കും. തോമസിന്റെ മറ്റൊരു പേര്. തോമാസിന്റെ മറ്റൊരു പേര്. മുതിർന്നവർ പറയരുത്, കുഞ്ഞുങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. തോമാസിന്റെ മറ്റൊരു പേര് പഠിച്ചിട്ടുണ്ടോ? സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇനിയും വലിയവർക്ക് പറയാം, കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല. ദിദിമോസ്. ആരാ പറഞ്ഞേ? ശലോം. അടുത്തതും കുഞ്ഞുങ്ങളുടെ ചോദ്യമാണ്. ശലോമോന്റെ മറ്റൊരു പേരെന്ത്? ശലോമോന്റെ മറ്റൊരു പേര്. ശലോമോന്റെ മറ്റൊരു പേര്. ശലോമോന് വേറൊരു പേരുണ്ട്, അത് നിങ്ങൾ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. സോളമന്റെ മറ്റൊരു പേര്. ശലോമോന്റെ മറ്റൊരു പേര്. അല്ലല്ല, പേരുണ്ട്. പേര് 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 നിങ്ങൾക്ക് മുതിർന്നവർക്ക് പറയാം. അല്ല അല്ല. ആർക്കെങ്കിലും അറിയാമോ? പറയാണ് യദിദ്യാവ്. യദിദ്യാവ്. സോളമന്റെ മറ്റൊരു പേര് യദിദ്യാവ്. ഇന്ന് നമ്മൾ ഒരു പാട്ട് പാടി, ശാരോനിൻ പനി നീർപുഷ്പം അവനെ ഞാൻ കണ്ടെത്തി. അതേത് വാക്യമാണ്? സോങ് ഓഫ് സോളമനിൽ രണ്ടൊന്നിലുണ്ടോ? ഒന്ന് വായിച്ചേ. കറക്റ്റ്. അത് 5:10 ഉണ്ട്. അപ്പൊ ബിയുളയ്ക്ക് ഞാൻ കൊടുത്തു. അടുത്തത് നമ്മള് ബലൂണിലേക്ക് കിടക്കുകയാണ്. സമയം നമുക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അടുത്ത അത് ബലൂണിന്റെ ആണ്. ആദ്യം നമുക്ക് നമ്മുടെ എ ടീമിന് കൊടുക്കാം. ആദ്യം ഭാവിച്ചാൻ അത് കയ്യിൽ വെക്കുക.
ലോറൻസ് ബ്രദർ ഇത് ഓക്കെ ആണോ? ഇതിനകത്ത് ഓക്കെ ആണോ? ഷിജു അത് പൊട്ടിക്കാം. പിള്ളേരവിടെ നിങ്ങൾ അടങ്ങിയിരിക്കുക. കുഞ്ഞുങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. പെണ്ണുങ്ങൾ അടങ്ങിയിരിക്കണം, ബഹളം ഉണ്ടാക്കരുത്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മറിയാമ്മ സിസ്റ്റർ ഇപ്പോൾ ഒരു പ്രാർത്ഥനാ വിഷയം പറയും. അത് ഒറ്റ വാക്കില് നമ്മുടെ ഹെപ്സി പ്രാർത്ഥിക്കും. എവിടെ പോയി? പുറത്തു. ഇപ്പൊ വരും. എന്നാ നമുക്ക് അടുത്തത് നോക്കാം. അനി അത് നിങ്ങള് സംയോജനം പാലിക്കണം. ഒരുപാട് കിടന്ന് ഓടരുത്. സിയോന അവിടെ ഇരുന്നേ, നീ അവിടെ ഇരുന്നേ, ഞാൻ പറയാം. കൊടുത്താട്ടെ. നിസിബ്രാന്റെ കൂടെ ആണ് കൊടുക്കൂ. സിബിയാൻഡി അത് പൊട്ടിക്കാം. വായിക്കാം. ഇത് ഒരു ക്രിസ്ത്യൻ ഫേവറേറ്റ് സോങ് പറയുക. അതിപ്പോൾ റിനു ബ്രദർ പാടുന്നതായിരിക്കും. സിബി സിസ്റ്റർ തന്റെ ക്രിസ്ത്യൻ ഫേവറേറ്റ് സോങ് പറയുക. ഇഷ്ടമുള്ള ഒരു പാട്ട്. എന്നെ കരുതും എന്നെ പുലർത്തും. പഠിക്കോ? 4 പേര് 2 പേര് പാടിയാൽ. എന്നെ കരുതും പുലർത്തും, എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയും, ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും.